മംഗളവാർത്താക്കാലം 4-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. സക്കറിയ, എലിസബത്ത്, മറിയം, സ്നാപക യോഹന്നാൻ എന്നിവരാണ് ഇതുവരെ ഈ കാലഘട്ടത്തിലെ പരിചിന്തന വിഷയമായിരുന്നത്. ഇന്ന് അവസാന ഞായറാഴ്ച വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. യൗസേപ്പിനെ കുറിച്ച് അത്രയേറെ പരാമർശങ്ങളൊന്നും സുവിശേഷത്തിൽ ഇല്ലെങ്കിലും അവൻ നീതിമാനായിരുന്നു എന്ന വാക്കാണ് ഏറ്റവും മുഴച്ചു നിൽക്കുന്നത്. വ്യഭിചാരം ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമമാണ് മോശെ എഴുതി വെച്ചിട്ടുള്ളതെങ്കിലും നിയമാവർത്തനം 22-23 അവളെ അപമാനിതയാക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. മത്തായി 1:19 അങ്ങനെ മനുഷ്യത്വം യഹൂദ നിയമത്തിന്റെ മേൽ അധീശത്വം നേടി. ഒരാൾ നീതിമാനാണെന്ന് വിളിക്കപ്പെടണമെങ്കിൽ ദൈവിക മനോഭാവത്തിന്റെ ചില ലക്ഷണങ്ങൾ അവനിലുണ്ടാകണം. ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ ചൊരിയുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിശാല മനസ്ഥിതി ഉള്ളവനാകണം. ഇത് യൗസേപ്പിന്റെ വ്യക്തിത്വത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ടാണല്ലോ അവനും നീതിമാനാണെന്ന് വിളിക്കപ്പെട്ടത്. ഒരു സ്വപ്നത്തിന്റെ ബലത്തിൽ നൂറ്റാണ്ടുകൾ നീണ്ട സമുദായ രീതികൾ അവൻ അവഗണിക്കുന്നു. തന്റെ പ്രതിശുദ്ധ വധുവിന്റെ മാനം രക്ഷിക്കുന്നു. ദൈവത്തിന്റെ നീതിയെ മുഴുവനായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുമെന്ന് അവൻ തെളിയിച്ചു. പ്രതിസന്ധികളും ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് നീതിബോധമുള്ളവൻ തിരിച്ചറിയും. മനുഷ്യനായി അവതരിച്ച മനുഷ്യപുത്രന് വിധിച്ചതും പ്രതിസന്ധികൾ തന്നെയായിരുന്നു. എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ അതിനെ അതിജീവിച്ചു. അവന്റെ ഈ ഏറ്റുപറച്ചിൽ മുഴുവൻ മനുഷ്യവർഗത്തിന്റെയും രക്ഷയായി തീർന്നു. ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മറിയവും ജീവിതം മുഴുവൻ സഹിച്ചു. ഭർത്താവിനാൽ സംശയിക്കപ്പെടുക, കാലിത്തൊഴുത്തിൽ പ്രസവിക്കേണ്ടി വരിക, ഭർത്താവിന്റെ വിയോഗം സഹിക്കേണ്ടി വരിക, സ്വന്തം മകന് ഭ്രാന്താണെന്ന് കേൾക്കേണ്ടി വരിക, അവനെ കുരിശിലേറ്റുന്നത് നോക്കി നിൽക്കേണ്ടി വരിക, ഇങ്ങനെ എല്ലാ പ്രതിസന്ധികളും അവൾ ഒറ്റയ്ക്ക് നേരിട്ടു. മനുഷ്യരക്ഷയ്ക്കായി യേശു സഹിച്ച വേദനകൾ അമ്മ എന്ന നിലയിൽ അവളും ഒപ്പം സഹിച്ചു. അതുകൊണ്ടാണ് സഹരക്ഷക എന്ന് പലരും അവളെ വിളിക്കുന്നത്. സഹനങ്ങളും പ്രതിസന്ധികളും ഉപരി നന്മയ്ക്കായി ദൈവം അയക്കുന്ന വരങ്ങളാണ്. അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അവിചാരിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. 1 പത്രോസ് 4:12 അതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. മകനെ ബലി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട അബ്രാഹാം, സ്വന്തം സഹോദരങ്ങളാൽ കിണറ്റിലെറിയപ്പെട്ട ജോസഫ്, ഫറവോയുടെ ശത്രുത ഏറ്റുവാങ്ങിയ മോശ, വീണ്ടും ജനങ്ങളാൽ തള്ളിപ്പറയപ്പെട്ടവൻ, മകനെ ഭയന്ന് ഓടിയൊളിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ദാവീദ്, ജെസബേലിനെ ഭയന്ന് ഒറ്റപ്പെട്ട ജീവിതം നയിച്ച ഏലിയ പ്രവാചകൻ, ദൈവവിശ്വാസത്തെ പ്രതി സഹനത്തിന്റെ മൂർത്തിഭാവമായ ജോബൊക്കെ സഹനവും പ്രതിസന്ധിയും ഏത് നീതിമാന്റെ ജീവിതത്തിലും നേരിടേണ്ടി വരുമെന്ന പാഠങ്ങളാണ്. ഗോതമ്പ് മണി നിലത്ത് വീണഴിയണമെങ്കിലും പിറക്കുമ്പോൾ വേദനയോടെ വേണം കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ എന്നൊക്കെയുള്ള യേശുവിന്റെ പ്രബോധനങ്ങൾ ഇതിന് ഉപോത്ബലമാകുന്നു. എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷിത്വം വരിച്ചു. ആദിമ ക്രൈസ്തവർ വേട്ടയാടപ്പെട്ടു. ഫ്രാൻസിസ് അസീസിയും കുരിശിന്റെ യോഹന്നാനും അമ്മ ത്രേസ്യായും കൊച്ചു ത്രേസ്യായും പിന്നെ ചാവറയച്ചനും അൽഫോൻസാമയും മറിയം ത്രേസ്യയും റാണി മരിയയുമെല്ലാം ഈ സഹന പർവ്വത്തിലൂടെ കടന്നുപോയി ദൈവത്തെ കണ്ടെത്തിയവരാണ്. സഹനവും പ്രതിസന്ധികളും ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നവരുടെ ജീവിതം എത്ര സ്വസ്ഥമായിരിക്കും. നമ്മോട് കൂടെ ആയിരിക്കാൻ എമ്മാനുവൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന യേശുവാണ് ഇതിന് ഏറ്റവും വലിയ മാതൃക.